കരച്ചിലൊക്കെ അടിയേ അത് സന്തോഷാശ്രു. സന്തോഷാശ്രു. അതിനൊരു കാര്യമുണ്ട്, പിന്നെ പറയാം. അങ്ങനെ ഇച്ചിരി കണ്ണീരെടുക്കാൻ തയ്യാറായി കണ്ണിനോട് പറയും. പറയുന്ന കാര്യം കേട്ട് ഞെട്ടരുത്. മൂത്തവൻ കാനഡ, രണ്ടാമത്തവൻ അമേരിക്ക. കല്യാണം കഴിഞ്ഞ പെണ്ണിനെ കൈയോടെ അമേരിക്ക കൊണ്ടു. ആര്? മുത്തിന്. പീറ്റർ ചേട്ടൻ എന്റെ ചേട്ടനെ ആണെന്ന് പറഞ്ഞപ്പോ മുത്തമ്മടെ കുഞ്ഞല്ലേ, ആ വഴിക്ക് എന്നെ തിരിക്കുമെന്ന് ആലോചനയാ. ഞാൻ വർഷോപ്പിൽ മുട്ടക്കാട്ട പണി ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് കോള് വന്നേ. കോള് വന്നിട്ട് എന്തോരം പഠിച്ചു, എത്ര നീളമുണ്ട്, വയസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒന്നും അറിയണ്ട, കൊണ്ടുപോരും. ദൈവം, ഞങ്ങൾ അതാ പറഞ്ഞോണ്ടിരുന്നത്. ഈ ആലോചന ക്ലീറ്റോ ചേട്ടൻ അടുത്ത് വന്ന് ഏട്ടനെ ഇപ്പൊ വിളിച്ചു. ഇവിടെ വന്നോ? എല്ലാരെയും വിളിച്ച സ്ഥിതിക്ക് ഇത് സ്ട്രോങ് ആയേച്ചി. നമ്മൾ മുത്ത് കല്യാണ പ്രായമായ പെണ്ണായോ? കല്യാണ പ്രായമൊക്കെ ആയി, പക്ഷെ അവളെ കെട്ടിക്കുന്നില്ല. ഇപ്പൊ കെട്ടിക്കുന്നില്ലേ? പഠിക്കണ്ടേ കൊച്ചിന്? എന്റെ ലില്ലിപ്പന്റെ മണ്ടത്തരം പറയല്ലേ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ കയ്യോടെ അവിടെ കൊണ്ടുപോകും. അവിടെ പോയി കഴിഞ്ഞാൽ അതുവഴി തക്കുടൂന് പോകാൻ പറ്റും, പിന്നെ എനിക്ക് പോകാൻ പറ്റും. നമുക്ക് മൊത്തം അമേരിക്ക എത്തത്തില്ലേ? നീ എന്തിനാ അമേരിക്കയാണ്? ഹർഷോണി മെക്കാനിക്ക് കുടുംബം മൊത്തം രക്ഷപ്പെടും. എന്തോ ഇത്? അമ്മയുടെ മോനുണ്ടല്ലോ, മാമി അവൻ തർക്കുത്തരം പറഞ്ഞു അവൻ അടിച്ച് തിരിച്ച് കൈ ഓങ്ങിക്കുന്നു. കൈ ഓങ്ങിക്കുന്നു പോയി വഴക്ക് പറഞ്ഞു. അത് കൊള്ളാവോ അവന്? അല്ലേ ഇത്രയും വയസ്സിന് മൂത്തല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ഇനി തക്കുടോട്ടുള്ള അടിപിടിയൊക്കെ മക്കളങ്ങ് നിർത്തിക്കോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കാൻ നോക്കൂ. പറക്കുക. ഒന്നുമില്ല ഒന്നുമില്ല. വന്നിട്ട് അടി കൊടുത്തേ. ഞാനൊരു അടി കൊടുത്തിട്ട് വരാം. ഇല്ല പിന്നെ വച്ചിട്ടുണ്ട്. ഈ കൊച്ചിനാണ് കല്യാണം ആലോചന. പറഞ്ഞ എന്റെ വിസയുടെ കാര്യം കൂടെ ഒന്ന് സെറ്റാക്കി പണിയൊന്നും. ആ കൊച്ചിന് നമ്മള് മുട്ടനായില്ലേ? മുത്തിന്റെ കല്യാണം സ്വപ്നം സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി.